നമസ്കാരം. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കഴിഞ്ഞയാഴ്ച വ്യോമസേന വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഉൾപ്പെട്ട 3 ഭീകരരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടു. CCTV ദൃശ്യങ്ങളിൽ നിന്നുള്ള ഫോട്ടോകളാണ് പുറത്തുവിട്ടത്. ഇവരുടെ പേര് വിവരങ്ങളും പ്രസിദ്ധീകരിച്ചു. ആക്രമണത്തിൽ കോർപ്പറൽ വിക്കി പഹാഡെ വീരമൃത്യു വരിക്കുകയും 4 സഹപ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 3 ഭീകരരും അത്യാധുനിക US നിർമ്മിത M4കളും റഷ്യൻ നിർമ്മിത AK-47കളുമാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത്. കഴിഞ്ഞ വർഷം നിരവധി ഭീകരാക്രമണങ്ങളുണ്ടായ മേഖലയിൽ ഈ വർഷമുണ്ടായ ആദ്യത്തെ വലിയ ഭീകരാക്രമണമായിരുന്നു കഴിഞ്ഞയാഴ്ചത്തേത്. മുൻ പാകിസ്ഥാനി കമാൻഡോ ആയ ഇല്യാസ്, പാക് ഭീകരവാദി ഹാദുൺ, നിരോധിത സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുടെ വിദേശ ഭീകരനായ അബു ഹംസ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. ജമ്മു കാശ്മീർ പോലീസ് തയ്യാറാക്കിയ രേഖാചിത്രപ്രകാരം അബു ഹംസ 30-32 വയസ്സ് പ്രായമുള്ള ശരാശരി ഉയരവും വണ്ണവുമുള്ള മുടി പറ്റേ വെട്ടിയ വെളുത്ത നിറക്കാരനാണ്. പട്ടാണി സ്യൂട്ടും തവിട്ട് നിറമുള്ള ഷാളും ധരിച്ച ഓറഞ്ച് ബാങ്ക് മേന്തിയാണ് ഇയാളെ ഒടുവിൽ കണ്ടത്. ഇയാളുടെ അറസ്റ്റിലേക്ക് നയിക്കുന്ന വിവരം നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിൽ സർക്കാർ ജീവനക്കാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിലും അബു ഹംസയാണെന്ന വിവരം കിട്ടിയിരുന്നു. താനവാണ്ടി പ്രദേശത്തെ കുണ്ടട്ടോപ്പ് വില്ലേജിൽ മുഹമ്മദ് റസാഖ് എന്നയാളെയാണ് കഴിഞ്ഞ മാസം ഇയാൾ വകവരുത്തിയത്. ഇയാളുടെ സഹോദരൻ മുഹമ്മദ് താഹിർ ചൗധരി ടെറിട്ടോറിയൽ ആർമിയിൽ സൈനികനായിരുന്നു. ഗ്രാമത്തിലെ ഒരു ടെറിട്ടോറിയൽ ആർമി ഉദ്യോഗസ്ഥന്റെ വളപ്പിലേക്ക് ലഷ്കർ-ഇ-തൊയ്ബയുമായി ബന്ധമുള്ള 2 ഭീകരർ അതിക്രമിച്ചു കയറി വെടിയുതിർക്കുകയായിരുന്നു. ചൗധരി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റസാഖിന്റെ വകവരുത്തിയ ഭീകരരും US നിർമ്മിത M4 റൈഫിളുമാണ് ഉപയോഗിച്ചത്. അബു ഹംസ ഷദ്ര ഷെരീഫ്, ദേർഖി ഗലി പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. വിവരം നൽകുന്നയാളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് വക്താവ് പറഞ്ഞു.